സ്റ്റാറിനെ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ പിന്നെ സീറ്റല്ലേ ചേട്ടാ? ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കാം. ഞങ്ങളുടെ പറഞ്ഞോളൂ പറ. ചേട്ടാ ഏഹ് ഇരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചേട്ടൻ അല്ലത് പേഴ്സണലായിട്ട് ചോദിക്കുന്നു. ചേട്ടൻ എന്തിനാ ചേട്ടാ എപ്പോഴും താഴെ തുപ്പി വെച്ചോണ്ടാണ്? എന്റെ തൊപ്പി എടുത്ത് മൂലത്ത് വെക്കാൻ പറ്റും? പറ്റുമോ പറ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കരുത്. നമുക്ക് ഈ ഷോ സ്റ്റാർട്ട് ആ ചെയ്യാം. പിന്നെ ഞാനിപ്പോ എന്നാ അപ്പോ എല്ലാവർക്കും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഷൈൻ മോൻ ചാക്കോ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നു? എനിക്ക് എല്ലാരെക്കാളും പൊക്കത്തെത്തണം, അതാണ് എന്റെ ആഗ്രഹം. മസാല ചെറുതായിട്ട് ഒടിയുന്നു. വേണ്ട, പൊക്കത്തിരിക്കണ്ട. ഷോ സ്റ്റാർട്ട് ചെയ്യാം. അതിനിപ്പോ എന്നാ എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദ്യം എടുക്കട്ടെ. ചോദ്യം ഇതാണ്. ചേട്ടൻ ഇപ്പോ സിനിമയിലല്ല സിനിമയിലായിരുന്നെങ്കിൽ പറയണോ? ചേട്ടനിപ്പോ സിനിമ അല്ലായിരുന്നെങ്കിൽ 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 ആ ചേട്ടനെക്കാളും കംഫർട്ടബിൾ ഇതാണ് കേട്ടോ. ഒരു സീറ്റ് ചേട്ടൻ തന്നിട്ടുണ്ട്. അവിടെ ഇതിന്റെ ബാറ്ററി അവിടെ ഊട്ടിയിടായിരുന്നു. എവിടെ പോയി ചേട്ടാ ഇവിടെ കളിച്ചില്ലേ? ഞാൻ ചോദിച്ചു ചേട്ടൻ ഇപ്പൊ സിനിമയിലല്ലായിരുന്നു ഏത് മേഖലയിൽ നിൽക്കാനായിരുന്നു താല്പര്യം? ഞാനിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോ വക്കീലായിരുന്നു. വക്കീലോ? ആ. Oh my God, ചേട്ടൻ വക്കീലായ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത്? ചേട്ടൻ വക്കീൽ പിന്നെന്താ ചേട്ടൻ വക്കീലാവാൻ ട്രൈ ചെയ്യാൻ? ഡിഗ്രി പാസ്സാണ്. ചേട്ടാ ഡിഗ്രി പാസ്സാണ്. പ്ലസ് ടു കഴിക്കും. അതെന്ത് ചേട്ടാ പ്രശ്നം? ഇനി പറഞ്ഞാൽ ഞാൻ ദാരിദ്ര്യത്തിലോട്ട് പോകും. നമുക്ക് നടക്കണ്ട. അത് ചോദ്യം ചോദിക്കും. ചേട്ടാ പിന്നെ വേറെ കുറെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തോ പറ. വാർത്തകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പ്ലെയിനിൽ കയറി എന്തോ വിഷയം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്. എന്ത് വിഷയം? അതെന്തോ വിഷയം ഉണ്ടാക്കിയെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തായിരുന്നത്? അത് പിന്നെ എന്റെ അടുത്തിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേന വന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നമ്മുടെ കർമ്മയാണ്. ഒരുത്തനും അനങ്ങിയില്ല. ഞാൻ പെട്ടെന്ന് താഴോട്ട് നോക്കിയപ്പോ ഒരു ഹോസ്പിറ്റൽ വന്നു. ഫ്രണ്ട് തോറ് പറഞ്ഞ അപ്പം തന്നെ വീണില്ലേ? ചേട്ടാ അങ്ങനെ പുള്ളി ചത്തുപോകത്തില്ല. താൻ കണ്ടോ ചത്തു പോന്നെ? താൻ കണ്ടോ ചത്തു പോന്നെ? എടോ ചത്തോ ജീവിതത്തിൽ നിറയെ ആളെ കിട്ടണ്ടേ? ഇപ്പോഴും മിസ്സില്ല. മനുഷ്യന്മാരില്ലേ? അത് മാത്രമല്ല ചേട്ടൻ പൈലറ്റിന്റെ മുറിയിൽ കയറി എന്തോ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മൾ അറിഞ്ഞു. എന്ത് പ്രശ്നം? ആരാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അത് നമ്മൾ ന്യൂസിൽ കണ്ടല്ലേ? നമ്മൾ ന്യൂസിൽ കണ്ട കാര്യം. ന്യൂസിൽ കാണുന്നെല്ലാം നിങ്ങൾ വിശ്വസിക്കുമോ? ന്യൂസിൽ കാണുന്ന എല്ലാം ഞങ്ങൾ വിശ്വസിക്കും അല്ലേ? ഇയാളുടെ അച്ഛനെ ന്യൂസിൽ കണ്ടിട്ടാണോ സ്വന്തം അച്ഛനെ ആണോ? ആണോ? അല്ലല്ലോ. ഞാൻ അമ്മാരി ചോദ്യം ചോദിക്കരുത്. ബുദ്ധിമുട്ടായില്ല. അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം ചോദിക്കും. ചേട്ടന് അഭിനയം എന്നുള്ള കഴിവല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? ഞാൻ ചെറുതായിട്ട് കവിതയും പാട്ടും ഒക്കെ പാടും. കവിതയും പാട്ടും? ഗായ്സ് കേട്ടോ, ചേട്ടൻ കവിതയും പാട്ടും പാടുന്നു. ചേട്ടാ രണ്ടുപേരും ഞാൻ പാടും. പിന്നെ ലൈവ് ഒക്കെ എടുക്കുക. എന്റെ സബ്സ്ക്രൈബേഴ്സിന് അതൊരു സന്തോഷമാകും. ഓക്കെ. ചേട്ടൻ കാണാൻ പോകാൻ സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ഭാര്യയാണ്. സ്ത്രീകളോട് മോശമായി പെരുമാറരുത്. സ്ത്രീകളോട് മോശമായി പെരുമാറിയാൽ നിങ്ങൾ ഇരിക്കണം, നിങ്ങൾ ചവിട്ടണം, നിങ്ങൾ വിട്ടിയിലെടുത്ത് ഒട്ടിക്കണം. അല്ല ഇമാതിരി പരിപാടി വേണം. കിട്ടിയല്ലേ? അല്ല, ഞാൻ പാട്ട് പാടിയതാ. ചേട്ടാ അടുത്ത ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അതിച്ചിരി ടഫായിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് അതാണ് വേണ്ടത്. ടഫല്ല, ടഫ്. ടഫായ ചേട്ടൻ പഠിപ്പിച്ചിട്ട് ആരെങ്കിലും അവരുടെ ഫീൽഡിൽ വലുതായിട്ടുണ്ട് ചേട്ടൻ കാരണം എന്തെങ്കിലും സംഭവിച്ച, അതായത് ചേട്ടൻ കാരണം ആരെങ്കിലും വലിയ നില ചേട്ടൻ കാരണം ചേട്ടാ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ ഉറങ്ങരുത്. അതാ ഞാൻ പറഞ്ഞു തന്നെ. ഇരി ചോദിക്കോ ചോദിക്കണോ? ചേട്ടൻ ഞാൻ ചോദിച്ചായിരുന്നു. എന്ത്? ചേട്ടൻ കാരണം ആരെങ്കിലും അവരവരുടെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ കാരണം ഒരു പയ്യൻ വിജയിച്ചിട്ടുണ്ട്.
ഉണ്ട്. പിന്നെ അവൻ ഇവിടെ ഒരു ഡാൻസ് ചെയ്യുന്നൊരു പയ്യനവൻ. പിന്നെ പേരെന്തോ ഈദ് മുബാറക്കോ എന്നെ ബർക്കറി ആ കുരുത്തം തന്നെ. ചേട്ടൻ എന്ത് ചെയ്തിട്ടാണ് പുള്ളി ഇത്ര വലിയ പൊന്നു മനുഷ്യൻ, ഞാനല്ലേ അവനെ ഈ സ്റ്റെപ്പ് പഠിപ്പിച്ചേ. ഞാനല്ലേ പഠിപ്പിച്ചേ. ഞാൻ കാരണം അവൻ ഈ നില വരെ എത്തിയത്. ആണോ 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 വൈലന്റ് ചെറിയ ബ്രേക്ക് എടുക്കാം ചേട്ടൻ. അപ്പോ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. താങ്ക് യു. അതെ, ഇവിടെ ഈ വലിക്കുന്നതിനും കുടിക്കുന്നതിനും കുഴപ്പമുണ്ടോ? ചേട്ടൻ ഇത് ലൈവ് ഷോ ആണ്, ആൾക്കാരൊക്കെ കാണുന്നതാണ്. അങ്ങനെയല്ലേ പ്രശ്നമാണ്. നിങ്ങൾ പറയുന്നത് എനിക്ക് ഈ സ്ട്രോ വലിച്ച് ജ്യൂസ് ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതാ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. പിന്നെ എന്തുവാണോ ഇത്? ശകലം മാനേഴ്സ് കാണിച്ചൂടെ? തന്റെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചിട്ടില്ലേ? ഒരാള് ജ്യൂസ് കുടിക്കുമ്പോ എന്താ നോക്കിയിരിക്കുന്നത്? തനിക്കൊരു ജ്യൂസ് പ്രവർത്തിക്കില്ലേ? ശകലം മാനേഴ്സ് കാണിക്കണോ? നല്ല മാനേഴ്സ് ചേട്ടാ. അടുത്ത് ചോദിക്കും. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറെ ചോദ്യമുണ്ട്. നിങ്ങൾ ചോദിക്കണ്ട, ഇനി ചോദിക്കണ്ട. ഇത് ഒരുമാതിരി വൃത്തികെട്ട രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതായത് ഈ മൂത്രം ഒഴിക്കുമ്പോൾ എത്രാമത്തെ തുള്ളിലാണ് മൂത്രം തീരുന്നത്, ഈ വക ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കണ്ട. എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നതിന്റെ പ്രശ്നം അതെ, ഓഡിയൻസുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു സെഗ്മെന്റ് ഉണ്ട് എന്റെ ഈ ഷോയ്ക്ക്. നമുക്ക് അത് ചെയ്താലും ചെയ്യാം, കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷൈൻ ചേട്ടൻ്റെ അടുത്ത് എന്തായാലും ചോദിക്കാറുണ്ടോ? ഞാൻ മൈക്കുണ്ടോ? മൈക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വരാം. ആർക്കെങ്കിലും എന്തേലും ഷൈൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടോ? ഉണ്ടോ? ചേച്ചി പറഞ്ഞു ചോദിച്ചോ. ഇപ്പോഴേ കിട്ടുന്നുണ്ട് സാധനം. ചേട്ടാ ചേട്ടാ ചേട്ടന്റെ കല്യാണം എപ്പോഴാണ്? ചേട്ടന്റെ കല്യാണം എപ്പോഴാണ്? ഫണ്ട് തരാൻ വേണ്ടി ചെയ്യാം. ചെയ്യോ? എനിക്ക് പിന്നെ ആൾക്കാ തരുവോ? ഓ വലിക്കും, നൈസായിട്ടൊന്ന് വലിക്കും. ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വലിക്കും. ഫ്രീ ആയിട്ടാണോ അതിനകത്ത് കയറിയ? അടുത്ത പോയിന്റ് അടുത്ത ഞാൻ ഷിങ്ഷാങ് ഷോങ്ഷിന്റെ കൂടെ ഒരു ചൈനീസ് പടം കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഉണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലിമിറ്റഡ് എഡിഷൻ ആണ്, ചിലപ്പോൾ ഇപ്പൊ പോയി കളയും. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അവിടെ ഏതെങ്കിലും ചേട്ടൻ എന്താ കൈ കുത്തിയല്ലോ? ഏത് ചേട്ടനായിരുന്നു? നേരത്തെ പാട്ട് പാടിയ കണ്ടില്ലായിരുന്നു. വേറെ കുറെ പാട്ടുകളുണ്ട്, പക്ഷെ അത് എനിക്ക് പുറമെ കാണിക്കണമെന്ന് ആഗ്രഹമില്ല. എടാ ചെറുക്കാൻ നീ കുടിക്കാതെ ഇങ്ങോട്ട് വാ. ആർക്കൊന്നും ചോദിക്കാനില്ലല്ലോ, കഴിഞ്ഞില്ലേ? ഓക്കെ ചേട്ടാ, അടുത്ത ഷോ തുടങ്ങാൻ സമയം ഇരിക്കണ്ട. അപ്പൊ ചേട്ടാ ഇരിക്കണ്ട, വാ പോവാ. എനിക്കൊരു അഡ്വൈസ് പറയാനുണ്ട്, അതും കൂടെ പറഞ്ഞ് നല്ലൊരു എത്ര പേര് വന്നിരിക്കുന്നതല്ലേ. നമ്മള് ഞാൻ പോയേക്കോ കേട്ടോ, ഞാൻ പോവാ.